നന്ദുവിനെ കണ്ടപാടെ അനാമിക ഓർക്കാണ്, നാശം വന്നു, ഇവിടെ സമാധാനം തരില്ല. അപ്പോഴേക്കും നന്ദു മിണ്ടാതിരുന്നാൽ കാര്യമില്ലെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് വന്ന് മിണ്ടാണ്. ഹായ് അനാമിക. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഞങ്ങൾ നിങ്ങളോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്ഥിരമായിട്ട് വരുന്ന റെസ്റ്റോറൻറ്റാ, അതുകൊണ്ട് വന്നതാ. എന്താ അനി, എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുമ്പം ഒന്നുമില്ലെന്ന് പറയാണ്. കൂട്ടുകാരൻ ചോദിക്കുകയാണ്, കെട്ടാൻ പോകുന്ന പെണ്ണ് അടുത്തിരിക്കുമ്പം ഇങ്ങനെ മൂടിയായിട്ടിരിക്കാവോ, ഇച്ചിരി ഹാപ്പി ആയിട്ടിരിക്കാനി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കുടിച്ചോ, ഞങ്ങൾ അപ്പുറത്തോട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് നന്ദു പോയി നേരെ അനിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അനിയാണെങ്കിൽ നന്ദുവിനെ ഒന്ന് നോക്കുകയും നന്ദു അനിയെ ഒന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനിക്ക് ആ ഒരു ഇതങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെ അനി അനാമികയോട് പറയാണ്, നമുക്ക് പോകാമെന്ന് പറയുമ്പം പോകാം, സമാധാനമായിട്ട് കുറച്ചിരിക്കാൻ വന്ന അതും സമ്മതിക്കില്ല, ശല്യങ്ങൾ എന്നും പറഞ്ഞിട്ട് അനാമിക ബില്ല് പേ ചെയ്യുന്നുണ്ട്. ഇവർ പോകാനിരുന്നേക്കുമ്പോഴേക്ക് നന്ദു ചോദിക്കുകയാണ്, അയ്യോ എന്താ പോയത്, ഞങ്ങൾ വന്നോണ്ടാണോ? ഞങ്ങളെങ്കിൽ പൊക്കോളാം, നിങ്ങളോട് ഇരുന്നോന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ പോവാണെന്ന് പറയുന്നുണ്ട്. നന്ദു പറയാണ്, അനാമിക നിന്റെ മനസ്സിൽ എന്നോട് ഇപ്പോഴും സംശയം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അങ്ങനെ നിറം വച്ച് എന്നെ കാണരുത്. ഞാനും എൻ്റെ ഈ 2 സുഹൃത്തുക്കളെ കണ്ടോ, ഇവന്മാരെ പോലെ തന്നെയുള്ളൂ അനിയും. ഇപ്പോൾ ഞാൻ അനിയോട് വിട്ടു നിൽക്കുന്നത് തനിക്ക് സംശയമുള്ളതുകൊണ്ടാ, ഇനി സംശയിക്കേ വേണ്ട, ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ അനിയെ വിട്ടു നിൽക്കുക, കാരണം നിനക്കത് ഇഷ്ടമില്ലല്ലോ, ഇനിയിപ്പം ഭാര്യയായിട്ട് നീ വന്നല്ലോ, ഇനിയിപ്പോൾ എൻ്റെ കാര്യമില്ലല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. കൂട്ടുകാരന്മാർ ചോദിക്കുകയാണ്, എന്താ നന്ദു അനി പോയപ്പോൾ നിനക്കൊരു വിഷമം പോലെ? എനിക്കൊരു വിഷമവും ഇല്ല, ആവശ്യമില്ലാതെ നീ ഓരോന്നും പറയല്ലേ. അല്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങളുടെ പഴയ ഫ്രണ്ടിനെ ഞങ്ങൾക്കറിയില്ലേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടെന്ന് നീയല്ലേ, അപ്പോൾ പിന്നെ നിന്റെ കാര്യങ്ങൾ വരുമ്പം ഞങ്ങൾ വിട്ടുകൊടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജലജ ഓർക്കാണ്, ഈ വീട്ടിൽ എന്തോരം മുറിയുണ്ട്, അല്ലെങ്കിൽ അവളുടെ മോള് കിടന്ന സ്റ്റോർ റൂമും ഉണ്ടല്ലോ, അവളെ അവിടെ ഒന്നും കിടത്താതെ എൻ്റെ അടുത്ത് തന്നെ കിടത്തി എൻ്റെ മനസ്സമാധാനം കളയാ, ഇനി അവളെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ പാടില്ല. അങ്ങനെ ജലജ പറഞ്ഞുകൊണ്ട് ആ മുറി പൊട്ടി താക്കോലുമായിട്ട് അവൾ നേരെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവളൊന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പം തുറക്കാൻ പറ്റാതെ അവൾ പോയി വല്ല ഹാളിലും കിടന്നോളും, അങ്ങനെയെങ്കിലും നാശം ഒഴിഞ്ഞു പോവല്ലേ എന്ന് ജലജ ഓർക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുന്ന കണ്ടിട്ട് അഭി ചോദിക്കാണ്, എന്താ അമ്മേ, എന്താ ചിരിച്ചോണ്ട് വരുന്നേ? എടാ, ഈ വീട്ടിൽ ഇത്രയും മുറികളില്ലേ, എന്നിട്ടും എല്ലാവരും കൂടി ആ കനകേനെ എൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വെച്ചിരിക്കാം, എനിക്കൊരു സ്വാതന്ത്ര്യം ഒരു സമാധാനം ഇല്ല കിടന്ന് ഉറങ്ങാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ മുറി പൂട്ടി താക്കോലാട്ടിങ്ങി വന്നു. അമ്മേ, അത് അവരറിഞ്ഞ വിഷയമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് കനക മുറി പോയി തുറന്നു നോക്കുമ്പം കനകയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ജലജ മുറി പുറത്തൊന്ന് പൂട്ടിയിട്ട് പോയിരിക്കുകയാണെന്ന്. എൻ്റെ അടുത്താണോ നിന്റെ ഈ കളിയെന്നും പറഞ്ഞിട്ട് കനകമാണെങ്കിൽ അവളുടെ തലയിലെ സ്ലൈഡ് ഊരിയിട്ട് ആ കീ ഹോളിലിട്ട് ആ ഡോറ് തുറക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് പോയിട്ട് ഇന്ന് അവളെ മുറിയിലേക്ക് കയറി വരുമ്പം അവളൊന്ന് ഞെട്ടിപ്പോണം, അതിനുള്ള പരിപാടി ഇവിടെ ഒപ്പിച്ചു വെക്കണം എന്നും പറഞ്ഞിട്ട് കനകം മുറിയിലിരിക്കുന്നുണ്ട്. ഈ സമയം അഭി പറയാണ്, അമ്മേ, മുത്തശ്ശിയല്ലേ അമ്മയോട് പറഞ്ഞത് ആ മുറിയില് അവരെ കിടത്താന്, ആ സമയത്ത് കിടത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാവില്ലേ, മിക്കവാറും നമ്മൾ രണ്ടുമായിരിക്കും പുറത്ത് കിടക്കാൻ പോകുന്നത്. എടാ, നീ ഒന്നും മിണ്ടാതിരിക്കുക, എനിക്ക് വയ്യ വരെ സഹിക്കാന്. എൻ്റെ പൊന്നമ്മേ, അവർക്ക് വല്ല വിഷമം കളിക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ 2 മക്കൾക്കൂടെ കൊടുക്കണം എന്നൊക്കെ അഭി പറയാണ്. അതാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഇത് ജീവിതകാലം മുഴുവനും നമ്മളിങ്ങനെ പേടിച്ച് ജീവിക്കാനില്ലെന്ന് തോന്നുന്നത്. ഞാനാണെങ്കിൽ അവളെ ഒതുക്കാൻ വേണ്ടി ഒരുത്തനെ ഇറക്കിയതാ, എന്നിട്ടിപ്പോൾ എന്തായി, അവൻ എൻ്റെ തലയുടെ മണ്ടയ്ക്ക് വാള് പോലെ ഇരിക്കല്ലേ എന്നൊക്കെ ചോദിച്ച് അഭി ജലജയോട് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം നന്ദു ബുക്കിനുള്ളിൽ അനിയുടെ ഫോട്ടോ വെച്ചിട്ട് അത് നോക്കി തടവി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഗോവിന്ദൻ വരുന്നത്. നന്ദു എന്ന് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവളത് ആ ഫോട്ടോ ബുക്കിനുള്ളിലേക്ക് വെച്ചിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോഴും മറക്കുവാണെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ ഒന്നും വിടാറായില്ലേ അല്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛാ, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്താ അച്ഛാ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നും എന്നെ കൊണ്ട് പറയിക്കാൻ നിൽക്കണ്ട, നീയും അനിയും തമ്മിൽ സാധാരണ പയ്യന്മാരെ പോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുന്ന ഞാൻ കരുതിയത്, അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ തമ്മിൽ മിണ്ടാൻ പോലും അനുവദിക്കില്ലായിരുന്നു. നിനക്കറിയാലോ, നിങ്ങളുടെ 2 ചേച്ചിമാർ കാരണം ഒരുപാട് കണ്ണീര് കുടിച്ചവനാണ് ഞാൻ, ഇനിയും നീ കാരണം അത് ഉണ്ടാവരുത്. നമുക്ക് അനിയുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പേ എങ്കിലും അവിടെ പോകേണ്ടതാ, നീ ഇങ്ങനെയൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാ പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, അച്ഛൻ നമുക്ക് കല്യാണത്തിന് അന്ന് പോയാൽ പോരെന്ന് ചോദിക്കുമ്പം ഇതാ ഞാൻ പറഞ്ഞത്, നീ ഒട്ടും മാറിയിട്ടില്ല എന്ന്, നിന്റെ മനസ്സിൽ ഇപ്പോഴും അതുണ്ടെന്ന് പറയുമ്പം അച്ഛൻ ഞാൻ മറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയുന്നുണ്ട്. ഗോവിന്ദൻ പറയാണ്, നിനക്കറിയാമല്ലോ
അങ്ങനെ അനി ഇപ്പം നീ ഇഷ്ടമില്ലാന്ന് ഓർത്തിരിക്കുകയാണ്. നിനക്കൂടെ ഇഷ്ടമാണെന്നെങ്ങാനും അനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു ഇഷ്യൂ ആകും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഈ അച്ഛനെയും അമ്മേനെയും ജീവനോടെ കാണില്ല എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. നേരത്തെ നിന്നെ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടതാ, പക്ഷെ ഇപ്പം ഞങ്ങൾ നിന്നോട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനാ പറയുന്നത്. പുറത്ത് പോയി നീ സന്തോഷമായിട്ടിരുന്ന് അവനെ മറക്കാനൊക്കെയാണ് പറയുന്നത്. ഈ അച്ഛൻ്റെ വിഷമം നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പം അച്ഛൻ വിഷമിക്കണ്ടച്ചാ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ജലജ മുറി വന്ന് നോക്കുമ്പോൾ ഇതാരെ ഡോർ തുറന്നേ നോക്കുന്നുണ്ട്. അകത്തേക്ക് വന്ന് നോക്കുമ്പോഴേക്കും കനകം ജലജയുടെ ഒരു നൈറ്റ് സ്യൂട്ട് എടുത്തിട്ടിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കാണ്. ഇടി നീ എന്തായി കാണിച്ചേക്കുന്നേ? ഇത് എൻ്റെ നൈറ്റി അല്ലേ? നിന്നോട് ആര് പറഞ്ഞത് എടുത്തിടാന്ന് ചോദിക്കുമ്പോഴേക്കും അലമാരിക്കകത്ത് ഇരുന്നതാ, നല്ല രസമുണ്ട്, ഇട്ടപ്പോൾ നല്ലൊരു സുഖമുണ്ടെന്ന് പറയുമ്പം 10,000-3000 രൂപ വിലയുള്ള നൈറ്റി ആണ്ടത്, അതാണ് നീ എടുത്തിട്ടേക്കെന്ന് ചോദിക്കുമ്പോൾ 3000 രൂപയോ? ഇതൊക്കെ നിന്റെ അഹങ്കാരമല്ലേ? വലിയ 100-300 രൂപയ്ക്ക് മേടിക്കാനുള്ളതിന് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇത് ഞാൻ എടുക്കുവാണ് എന്ന് പറയുമ്പോൾ അല്ലേലും എനിക്കിത് വേണ്ടടി, നീ ഇട്ട ഡ്രസ്സൊന്നും എനിക്ക് വേണ്ടടി എന്ന് പറയുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ആ ഷെൽഫിരിക്കുന്ന സാരി മൊത്തം ഞാനിട്ട് തിട്ടോളാം, അങ്ങനെ അത് മൊത്തം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ നാണലത്തൊരു സാധനത്തിനാണല്ലോ ഈശ്വര ഇങ്ങോട്ട് കൊണ്ട് കെട്ടി ഇട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് കനകൻ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. നിനക്ക് എന്താടി വട്ടായോ എന്ന് ചോദിക്കുമ്പം വട്ടല്ല, നിന്നെ വട്ടാക്കാൻ വന്നാണെന്ന് പറയുന്നുണ്ട്. കുറച്ചെങ്കിലും മാനേഴ്സോടെ ബിഹേവ് ചെയ്യണമെന്ന് പറയുമ്പം ഈ പറഞ്ഞ മാനേഴ്സ് എനിക്ക് ഇച്ചിരി കുറവാ കേട്ടോടി മാനേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അവിടെ കിടന്ന് വളവളാന്ന് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശ് നയനയ്ക്ക് എന്നിട്ട് ഒരു സ്വർണ്ണ കൊലുസ് മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നയന ചോദിക്കണം എന്താന്ന് ചോദിക്കുമ്പം ദാ നോക്കുന്നു പറയാണ്. സ്വർണ്ണ കൊലുസോ ഇത് ആർക്കാന്ന് ചോദിക്കുമ്പം ഇതെൻ്റെ ഭാര്യയ്ക്കാണെന്ന് പറയുന്നുണ്ട്. എന്താ ഇപ്പം ഇത്ര സ്നേഹം? പിന്നെ എനിക്ക് സ്വന്തം താല്പര്യമില്ലെന്ന് പറയുമ്പം നിനക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷെ എനിക്ക് താല്പര്യമുണ്ട്, കാരണം ഞാൻ സ്വർണ്ണം വിറ്റ് ജീവിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീ കാലിങ്ങോട്ട് വച്ചതെന്നും ചോദിച്ച് പറഞ്ഞിട്ട് ആദർശ് കാലിലിങ്ങനെ കൊലുസിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നയന ചോദിക്കുകയാണ് എന്താ കുറച്ച് ദിവസമായിട്ട് നല്ല സ്നേഹമാണല്ലോ എന്ന് ചോദിക്കുമ്പം അല്ലെങ്കിൽ എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് ചെയ്താൽ അവർക്ക് ഞങ്ങൾ പൈസ തിരിച്ചു കൊടുക്കാറ്, നീ പൈസ വാങ്ങിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇതുപോലെ ഓരോരോ ഗിഫ്റ്റ് ഓരോ സമയത്ത് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊന്നും അമ്മ കാണാൻ നിൽക്കേണ്ട, പിന്നെ ഇത് വലിയൊരു ഇഷ്യൂ ആവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആര് മേടിച്ചതെന്ന് പറയണമെന്ന് ചോദിക്കുമ്പോഴേക്കും കനകം നിന്റെ അമ്മ മേടിച്ചെന്നു പറഞ്ഞാൽ മതി എന്ന് ആദർശ് പറയുന്നുണ്ട്. ആ ശരി ശരി, അമ്മയെ പേടിച്ചാൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അമ്മയെ പേടിച്ചിട്ട് നല്ലൊരു ദാമ്പത്യ ജീവനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ കള്ളത്തരം പറഞ്ഞേക്കലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഓഹോ അപ്പോൾ നല്ല ദാമ്പത്യ ജീവനം വേണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ അത് പിന്നെ ഇല്ലാതിരിക്കോ, നിനക്കല്ലേ കൂടുതൽ അങ്ങനത്തെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനോട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അബി ടോയ്ലറ്റിലായിരിക്കും. ഈ സമയത്ത് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. വിളിക്കുന്നത് നിർമ്മലായിരിക്കും കേട്ടോ. കോൾ അറ്റൻഡ് ചെയ്യുന്നത് നവ്യാണ്. ഹലോ എന്ന് വെക്കുമ്പോഴേക്കും അവൻ്റെ ഭാര്യയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിർമ്മൽ പെട്ടെന്ന് ഗേൾസിൻ്റെ വോയിസിൽ സംസാരിക്കുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട് ആരാ വിളിക്കുന്നത് ചോദിക്കുമ്പം ഹലോ ഞാൻ രേഖയാണെന്ന് പറയുന്നുണ്ട്. രേഖയോ ഏത് രേഖ എന്ന് ചോദിക്കുമ്പം ഞാൻ അബിയുടെ ഒരു ഫ്രണ്ടാണ്, ഒരു കസ്റ്റമറാ, അബിയിൽ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് അബി നീ ഇതിന് എൻ്റെ ഫോൺ എടുത്തെന്ന് ചോദിക്കുമ്പം ആരായി രേഖ എന്ന് ചോദിക്കുന്നുണ്ട്. രേഖയോ അതാരാന്ന് ചോദിക്കുകയാണ്. ഓഹോ കണ്ടോ അപ്പം നിനക്ക് അറിയില്ല അല്ലേ ആരാവളെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ രേഖ അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എൻ്റെ കൂടെ പഠിച്ചതാന്ന് പറയുമ്പോഴേക്കും എന്തിനാ അവൾ നിങ്ങളെ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ എൻ്റെ ഫ്രണ്ടിനെ എന്നെ വിളിച്ചുകൊണ്ടെന്ന് ചോദിക്കുമ്പം വിളിക്കുകയൊക്കെ ചെയ്യാം, ഇതുപോലെയാണല്ലോ എൻ്റെ കൂടെ പഠിച്ച ഒരുത്തൻ എന്നെ വിളിച്ചപ്പോൾ നിങ്ങളോട് കിടന്ന് കുറേ ഇഷ്യൂ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഞാനും ഉണ്ടാക്കട്ടെ, ഞാൻ മുത്തച്ഛനോടൊക്കെ പോയിട്ട് പറയട്ടെ നിങ്ങളെ ഏത് പെണ്ണ് വിളിക്കുന്നുണ്ടെന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കല്ലേ നവ്യ, ഇതെൻ്റെ ഫ്രണ്ടല്ലേ, നീ ഇതിൻ്റെ ഫോൺ എടുത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെ ഫോണൊന്നും എടുക്കാറില്ല, പിന്നെ ഇവിടെ കിടന്ന് റിങ് ചെയ്തപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് തന്നെയാ, നീ ഒന്ന് പോകാവോ, എനിക്ക് സമാധാനം താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും നിർമ്മല പറയുന്നുണ്ട് ഞാൻ ഗേൾസിൻ്റെ വോയിസിൽ സംസാരിച്ചതിനെ രക്ഷപ്പെടുത്തിയതാണെന്ന് പറയുമ്പം മനസ്സിലായി എന്താണ് ഇപ്പോൾ കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്താ കാര്യമെന്നോ, കാറിൻ്റെ ഉള്ളിലത്തിൻ്റെ വീട്ടിൽ ഞാൻ കൊതുകടിയും കൊണ്ട് കിടക്കുക, എനിക്ക് പറ്റില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഞാൻ എന്ത് സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഇച്ചിരി ക്യാഷിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അബദ്ധമൊക്കെ കാണിച്ചത്, എനിക്ക് 10 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പം 10 ലക്ഷം രൂപയോ, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, പിന്നെ ഇത്രയ്ക്ക് ഷോക്കാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരി ശരി ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യാം, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് അവൻ മനസ്സിൽ കരുതുകയാണ്. ഇവനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ അത് എനിക്ക് വലിയൊരു ഭീഷണിയായിരിക്കുമെന്ന് അവ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ.